കോട്ടയം ജില്ലാ പഞ്ചായത്തിലാണ്. അവിടെ സീറ്റുകളിൽ ലീഗ് കോൺഗ്രസ് ചർച്ചയിൽ ഇതുവരെ ധാരണയായിട്ടില്ല. രണ്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 3 തവണയാണ് ചർച്ച നടത്തിയത്. എന്നിട്ടും കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ള പരാതി ലീഗിനുണ്ട്. ഇന്നും ചർച്ച തുടരുമെന്ന് UDF ജില്ലാ നേതൃത്വം അറിയിക്കുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, 3 തവണ ചർച്ച നടത്തിയിട്ടും പരിഹാരമാകാത്ത പ്രശ്നം എന്താണ് അവിടെ? ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫുദ്ദീൻ. ലീഗിന് പരമ്പരാഗതമായുള്ളൊരു പരാതിയാണ് തെക്കൻ കേരളത്തിൽ ലീഗിന് പരിഗണന കോൺഗ്രസ് നൽകുന്നില്ല. പ്രത്യേകിച്ച് കോട്ടയം മുതൽ ഇങ്ങ് താഴേക്കുള്ള ജില്ലകളിലൊന്നും ഒരു തരത്തിലുള്ള പ്രാതിനിധ്യവും ലീഗിന് കോൺഗ്രസ് നൽകുന്നില്ല. അത്തരത്തിലുള്ള ഒരു പരാതി തന്നെയാണ് കോട്ടയത്തു നിന്നും ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ ഈ കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയുടെ വിവരങ്ങൾ പങ്കുവച്ചിരുന്നതാണ്. ലീഗ് നേതൃത്വവുമായി ഇന്നലെ നടന്ന ചർച്ചയിലും ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ ധാരണയായിട്ടില്ല. ലീഗിന് ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് വേണമെന്നതായിരുന്നു ലീഗിന്റെ ആവശ്യം. കഴിഞ്ഞ തവണ അത് UDF നേതൃത്വം ഉറപ്പ് നൽകിയതാണ്. മുണ്ടക്കയം എരുമേലി ഡിവിഷനുകളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്നതായിരുന്നു ലീഗിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് പലകുറി ഇപ്പോൾ ചർച്ച നടത്തിയിട്ടും ലീഗിന്റെ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്നും UDF ഉഭയകക്ഷി ചർച്ച തുടരുമെന്നാണ് അറിയിക്കുന്നത്. എന്നാലും 3 തവണ ചർച്ച നടത്തിയിട്ടും ഇതിലൊരു തീരുമാനമാകത്തിൽ ലീഗ് കടുത്ത അമർഷത്തിലാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ഈ 2 സീറ്റുകളിലും, അതായത് എരുമേലി മുണ്ടക്കയം ഡിവിഷനുകളിൽ സ്വതന്ത്രമായി ലീഗ് മത്സരിക്കണം, കോൺഗ്രസുമായി സൗഹൃദ മത്സരത്തിന് തയ്യാറാകണം എന്നുള്ള നിലപാടിലേക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടത് ഇല്ല എന്ന് ലീഗിൽ തന്നെ ഒരു വിഭാഗം പറയുന്നുണ്ട്. പരമാവധി സമവായത്തിന്റെ പാതയിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ലീഗിന്റെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് കോൺഗ്രസ് എന്നതാണ് ലീഗിന്റെ ഇപ്പോഴുള്ള പരാതിക്കും അതൃപ്തിക്കും കാരണം. അതേസമയം തന്നെ മറ്റ് ഇടങ്ങളിലും ലീഗിന്റെ പരമ്പരാഗതമായി അല്ലെങ്കിൽ ലീഗ് കാലങ്ങളായി മത്സരിച്ചു വരുന്ന പല സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിലും ലീഗിന് അതൃപ്തിയുണ്ട്. അത് ചങ്ങനാശ്ശേരിയിലെ സിറ്റിംഗ് സീറ്റായ 28ാം വാർഡിൽ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 2 വാർഡുകൾ ഉൾപ്പെടെ ലീഗ് മത്സരിച്ചതും ജയിച്ചതുമായ പല വാർഡുകളും കോൺഗ്രസ് ഏറ്റെടുക്കാൻ നീക്കം നടത്തുന്നു എന്നുള്ളതും ലീഗിന് അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. കൂടാതെ നഗരസഭകളിലെ മറ്റ് പ്രാതിനിധ്യം, ഈരാറ്റുപേട്ട നഗരസഭയിൽ ലീഗിന് പ്രാതിനിധ്യം കൂടുതലായി കോൺഗ്രസ് നൽകുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. 17ഓളം സീറ്റുകളിൽ ലീഗ് മത്സരിക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ ആനുപാതികമായ ഒരു പ്രാതിനിധ്യം ഘടകകക്ഷികൾക്ക് നൽകുന്നത് പോലെ ഒരു പ്രാതിനിധ്യം ലീഗിന് നൽകുന്നില്ല എന്നതാണ് ലീഗിന്റെ മറ്റൊരു പരാതി. അതായത് കോട്ടയം, ഏറ്റുമാനൂർ അടക്കമുള്ള വൈക്കമടക്കമുള്ള മറ്റ് നഗരസഭകളിലും പ്രാതിനിധ്യം ഉറപ്പാക്കണം. 3 സീറ്റെങ്കിലും കോട്ടയം നഗരസഭയിൽ ലഭിക്കണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെക്കുന്നു. അതിൽ ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. എന്തായാലും ജില്ലാ പഞ്ചായത്ത് കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നതാണ് ഭൂരിഭാഗം ലീഗ് നേതാക്കളുടെ അഭിപ്രായം. ജില്ലാ നേതൃത്വത്തിനും അത്തരമൊരു അഭിപ്രായത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഈ ജില്ലാ പഞ്ചായത്ത് സീറ്റ് കോൺഗ്രസ് നൽകിയില്ലെങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് ലീഗ് പോകാനിടയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA യുടെ നേതൃത്വത്തിലടക്കം ലീഗ് നേതാക്കളുമായി ഇപ്പോഴും ചർച്ചകളും ആശയവിനിമയം നടക്കുന്നുണ്ട്. ഫോൺ വഴിയും അല്ലാതെയും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും ഒരുമിച്ച് നേതാക്കൾ ഇരുന്ന് ആലോചനകൾ നടത്തുന്നുണ്ട്. ഇതിലെങ്കിലും ഒരു ധാരണയായില്ലെങ്കിൽ അടുത്ത തീരുമാനത്തിലേക്ക് ലീഗ് പോകുമെന്നുള്ളത് കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും UDFൽ ഈ ജില്ലാ പഞ്ചായത്തിലെ ഈ സീറ്റ് വിഭജനത്തിൽ മാത്രമാണ് ഒരു തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നത്. ബാക്കി ഭൂരിഭാഗം സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചുള്ള ധാരണയായിട്ടുണ്ട്. ശരി, എന്തായാലും കെട്ടിടത്തോളം കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് സീറ്റിലടക്കം ലീഗിനും കോൺഗ്രസിനും ഇടയിൽ കാര്യമായ ഭിന്നതയുണ്ടെന്ന് മാത്രമല്ല ലീഗിനും കോൺഗ്രസിനും കാര്യമായ പിടിവാശികളുണ്ട്. തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലീഗ് ഒരു സ്വന്തം നിലയ്ക്ക് തന്നെ മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ പോകും. സൗഹൃദ മത്സരം